യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ 5-ാമത്തെ മൊഴി. എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാൻ 19:20. യോഹന്നാൻ സുവിശേഷത്തിൽ മാത്രമേ ഈ മൊഴി കാണുന്നുള്ളൂ. സർവചരാചര സൃഷ്ടിതാവായ ദൈവകുമാരൻ തേജസ്സറ്റ സ്വന്തം സൃഷ്ടിയുടെ മുൻപാകെ ഉണങ്ങിയ അധരങ്ങളാൽ വരണ്ട ചുണ്ടുകളാൽ കേഴുന്നു, എനിക്ക് ദാഹിക്കുന്നു. എത്രയോ ദയനീയമായ രംഗം. യോഹന്നാൻ 19:28 തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം ദാഹിക്കുന്നു എന്ന് യേശു വിളിച്ചു പറഞ്ഞു. മനുഷ്യന് സഹിപ്പാൻ പ്രയാസമേറിയത് ദാഹം തന്നെ. വിശപ്പ് വീണ്ടും താങ്ങുവാൻ കഴിയും. ദാഹം മനുഷ്യനെ നീറ്റി ദഹിപ്പിക്കും. വരണ്ടതാണ് നാവിനെക്കുറിച്ച് ആംഗലേയ കവി ഇങ്ങനെ പറയുന്നു: വെള്ളം വെള്ളം സർവത്ര വെള്ളം, വെള്ളം തുള്ളി കുടിപ്പാനില്ലത്രേ. കടലിൽ കൂടെ യാത്ര ചെയ്ത ഒരു നാവികനെ കുറിച്ചത്രേ പറഞ്ഞത്. ക്രിസ്തു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഒരിക്കൽ ഫ്രാങ്കോ പ്രഷ്യൻ യുദ്ധത്തിൽ സാരമായി മുറിവേറ്റ് കിടന്ന യുവാവ് വേദന കടിച്ചമർത്തുന്നതിനിടയിൽ ദാഹം കൊണ്ട് വീർപ്പുമുട്ടി ഇപ്രകാരം പറഞ്ഞു: ഒരു പാത്രം വെള്ളവുമായി ആരെങ്കിലും അടുത്തു വന്നാൽ ആ വെള്ളത്തിനു വേണ്ടി ലോകത്തിൽ എനിക്കുള്ള സർവ്വവും ഞാൻ ഉപേക്ഷിക്കുമായിരുന്നു. ബെരദ നദീതീരത്ത് വെച്ച് ക്രൂശിതനായ ഒരു വ്യക്തിയെക്കുറിച്ച് ഡോക്ടർ നിക്കോൾസൺ പറയുന്നത്, താൻ ആദ്യം മുതൽ അവസാനം വരെയും സഹിക്കുവാൻ പാടില്ലാത്ത ദാഹത്തെക്കുറിച്ച് ആവലാതിപ്പെട്ടു. കാരണം കൺമുന്നിലുള്ള ആ നദീജലമാണ്. ഈ ജലം അയാളുടെ ദാഹവും അരിഷ്ടതയും വർദ്ധിപ്പിച്ചു. മരുഭൂമിയിൽ ഹാഗാറിൻ്റെ ഉറച്ച നിലവിളി കേട്ടു. ഉറവ തുറന്നു ഉത്തരമരുളി ഉരുകിയ ഉള്ളത്തെ ഉറപ്പിച്ച ഊർവിനാഥൻ. മരുഭൂ യാത്രയിൽ വെള്ളമില്ലാതെ പൊള്ളയായവർക്ക് പാറയെ പിളർന്ന് വെള്ളം നൽകിയവൻ. മരണകൈപ്പേറിയ മാറയെ മധുരമാക്കിയവൻ. കാനാവിലെ കല്യാണ വീട്ടിൽ കലങ്ങിയ കണ്ണുകളെയും കരയുവാൻ തുടങ്ങുന്ന കുടുംബത്തെയും കരുത്തിറ്റ കരത്തിൽ നിർത്തി കൽപ്പിച്ചു, കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ. കൽപാത്രത്തിലെ വെള്ളത്തെ ദ്രാക്ഷാരസമാക്കിയവൻ. നട്ടുച്ചയ്ക്ക് വെള്ളം കോരുവാൻ തൊട്ടിയുമായി വന്നവളുടെ പാപക്കെട്ടഴിച്ച് പാരമ്പര്യ കെട്ടടക്കി ജീവജലം പകർന്നവൻ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാൾ നിന്നുകൊണ്ട് ദാഹിക്കുന്നവർ ഏവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞവൻ. ആഴിയുടെ ആഴങ്ങൾ അളവില്ലാതെ അതിന് മുകളിൽ നടന്നവൻ. കലങ്ങി മറിയുന്ന വെള്ളത്തെയും ഇളകിയാടുന്ന തിരമാലകളെയും അമർച്ചയാൽ നിർത്തിയവൻ. ഭൂമിയിലും ആകാശവിധാനങ്ങളിലും വെള്ളത്തെ നിർത്തിയവൻ. ആകാശമണ്ഡലങ്ങളിൽ കാർമേഘം പായിപ്പിക്കുന്നവൻ. ഭൂമിയിൽ അതത് കാലത്തിന് മഴയെ പെയ്യിപ്പിക്കുന്നവൻ. ഇവിടെ ഇതാ ഒരിറ്റു വെള്ളത്തിനായി കേഴുന്നു. മുമ്പ് താൻ പറഞ്ഞത് കള്ളത്തരവും താൻ ചെയ്തത് പൊള്ളത്തരവും എന്ന് മനുഷ്യ മനസ്സിന് തോന്നുമാറ് അവൻ പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു. ഈ ദാഹം കർത്താവിന് ഗെത്ശമനയിൽ വെച്ച് തന്നെ ഉണ്ടായിരുന്നു. കാൽവറിയിൽ കയ്പ് കലക്കിയ വീഞ്ഞു കൊടുത്തിട്ട് നാഥൻ കുടിച്ചില്ല. ക്രൂശിൽ കിടന്ന് കേഴുന്ന നാഥന് സമുദ്രത്തെ സൃഷ്ടിച്ച കർത്താവിന് കുടിപ്പാൻ മനുഷ്യൻ വെള്ളം കൊടുത്താൽ, അല്ല, മനുഷ്യനെ കൊണ്ട് ദൈവത്തിൻ്റെ ദാഹം തീർപ്പാൻ കഴിയുമോ? സമുദ്രം മുഴുവനും ഒരു കൈയിൽ ഒതുക്കുവാൻ കഴിവുള്ളവൻ. ഈ മഹാദൈവം നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടുകയായിരുന്നു. കഷ്ടത അനുഭവിക്കുമ്പോൾ ക്രിസ്തു ഒരക്ഷരവും മിണ്ടുന്നില്ല. രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന ആടിനെ പോലെ ഊമനായിരുന്നു. എന്നാൽ ദാഹം അതികഠിനമായപ്പോൾ അവൻ വിളിച്ചു പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. പ്രകൃതി പ്രതിഭാസമാണ് ദാഹം. മനുഷ്യ ചുണ്ടുകൾ ദഹന ഉൽപ്പന്നത്തെക്കാൾ അധികം കൊതിക്കുന്നത് ദാഹജലത്തിനാണ്. വെള്ളം വിലക്കരുത്, കാരണം കുടിവെള്ളമാണ്. ഇത് സാധാരണ ജനവിധി. ഉഷ്ണമേൽക്കുന്ന നാളിൽ വൈദ്യർ അനുശാസിക്കും വെള്ളം ഏറെ കുടിക്കുക, ശരീര ഉന്മേഷത്തിന് നല്ലതാണെന്ന്. എന്നാൽ മണിക്കൂറുകളേറെയായി ശരീരത്തിലെ രക്തം വാർന്നു പോകുമ്പോഴും ഉയരത്തിൽ നിൽക്കുന്ന സൂര്യന്റെ ഉഷ്ണം തട്ടി വരണ്ട ചുണ്ടുകൾ ഒരു തുള്ളി വെള്ളത്തിനായി ആഴമായി ആഗ്രഹിച്ചു. ദാഹിക്കുന്ന ഏവനും എന്നിൽ നിന്ന് കുടിക്കട്ടെ. ഈ വെള്ളം കുടിക്കുന്നവനോ പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല എന്ന അവകാശവാദം മുഴക്കിയ യേശു സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ മാൻനീർ തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ, ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു എന്നുള്ള അവസ്ഥയിലായിരിക്കുന്നു. എന്നാൽ ഇതൊരു വലിയ ആത്മീയ ദാഹമാണ്. തൻ്റെ നിണം നൽകി മാനവജാതിയെ രക്ഷിച്ച് കൂട്ടായ്മ അനുഭവിപ്പാനുള്ള ദാഹം. യോഹന്നാൻ 4 ശമരിയക്കാരിയുമായുള്ള സംഭാഷണം ശ്രദ്ധിച്ചാൽ ദാഹശമനം വരാതെ കിണറിനരികിൽ ഇരുന്നവന്റെ ദാഹം മനസ്സിലാക്കാം. അവളുടെ വിശ്വാസ ഹേതുവായി യേശുവിൻ്റെ ശാരീരിക വിശപ്പും ദാഹവും പോയി മറഞ്ഞു. 40 നാളിലെ ഉപവാസശേഷം ക്രിസ്തു പിശാചിനോട് പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന
വചനം കൊണ്ടും ജീവിക്കുന്നു. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ആത്മാവിൻ്റെ വിശപ്പാണിത്. സ്നേഹത്തിന് പകരം സ്നേഹം മാത്രം. എന്നാൽ ശത്രുവിനു വേണ്ടി സ്നേഹത്താൽ ദാഹിക്കുന്ന യേശു, സെന്റ് അഗസ്റ്റീൻ പറഞ്ഞു, സൃഷ്ടാവിൻ്റെ പാദങ്ങളെ പ്രാപിച്ചല്ലാതെ ആത്മാവ് ശാന്തി അടയുന്നില്ല. മനുഷ്യാത്മാവ് സ്വസ്ഥത പ്രാപിക്കുന്നത് ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുമ്പോഴാണ്. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. യോഹന്നാൻ 6:35. മനുഷ്യാത്മാവിൻ്റെ ദാഹം മനസ്സറിഞ്ഞ കർത്താവ് ഇന്നും പറയുന്നു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ലോക ജലം പാനം ചെയ്ത് പാപത്തിൻ്റെ അടിത്തട്ടിൽ താണുകിടന്ന് എനിക്ക് ദാഹിക്കുന്നു ദാഹിക്കുന്നു എന്ന് നിലവിളിക്കുന്ന മനുഷ്യർക്കായി കാൽവറിയിൽ വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. നിത്യജീവജലം നൽകുവാൻ കഴിയുന്നവൻ യേശു മാത്രം. കാരണം അവൻ മനുഷ്യദാഹം കാൽവറിയിൽ വിളിച്ചു പറഞ്ഞ് അറുതി വരുത്തി. ആകയാൽ അവനെ നോക്കൂ, നിന്റെ ദാഹം മാറ്റൂ.